നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ രണ്ടിടങ്ങളിലായുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു, 7 പേർക്ക് പരിക്ക്. തൃപ്പയാറിൽ മയക്കുമരുന്നിനും മാഫിയവൽക്കരണത്തിനുമെതിരെ സ്പേസിന്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. മധുരകത്ത് വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ ടെറസിന് മുകളിൽ കൃഷി ചെയ്ത പച്ചക്കറികൾ വിളവെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ രണ്ടിടങ്ങളിലായുണ്ടായ വാഹനാപകടങ്ങളിൽ ഒരാൾ മരിച്ചു, 7 പേർക്ക് പരിക്ക്. ദേശീയപാത 17 കയ്പമംഗലം പനമ്പിക്കുന്നിൽ സൈക്കിളിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവാണ് മരിച്ചത്. 2 പേർക്ക് ഈ അപകടത്തിൽ പരിക്കുണ്ട്. പെരിഞ്ഞനം സ്വദേശി എള്ളുംപറമ്പിൽ ഹംസയുടെ മകൻ 24 വയസ്സുള്ള സനൂഫാണ് മരിച്ചത്. സൈക്കിൾ യാത്രികൻ പനമ്പിക്കുന്ന് സ്വദേശി പീടികപ്പറമ്പിൽ ഭരതനെ തൃശൂർ എലൈറ്റ് മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബൈക്കിൽ സനൂഫിനൊപ്പം ഉണ്ടായിരുന്ന വഴിയമ്പലം സ്വദേശി കുഴിക്കണ്ടത്തിൽ അഹമ്മദിന്റെ മകൻ റഷീദിനെ പരിക്കുകളോടെ കൊടുങ്ങല്ലൂർ ഗൗരിശങ്കർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ കയ്പമംഗലം വില്ലേജ് ഓഫീസിന് മുന്നിലായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റ സനൂഫിനെ ആദ്യം ഗൗരിശങ്കർ ആശുപത്രിയിലും പിന്നീട് വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ചന്ദ്രാപിന്നിയിലെ ആക്സ് പ്രവർത്തകരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. മധുരകം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിൽ മധുരകം പുന്നയ്ക്ക് ബസാറിൽ നാനോ കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരായ വയനാട് മാനന്തവാടി സ്വദേശികളുമായ തുണ്ടത്തിപ്പറമ്പിൽ തോമസിന്റെ മകൻ ജോജോ, ഭാര്യ കരോളിൻ, മക്കളായ അന്ന, ഐറിൻ, കരോളിന്റെ അമ്മ റോസ്ലി മാത്യു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് നിന്നും എറണാകുളത്തേക്കുള്ള യാത്രക്കിടയിലാണ് കാർ അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 3:30യോടെയായിരുന്നു സംഭവം. കാർ വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാരും ആക്സ് പ്രവർത്തകരും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. മധുരകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന അക്ഷര കൈരളി പദ്ധതിയുടെ പൈനൂർ NLP സ്കൂൾ തല പ്രഖ്യാപനം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി നിർവഹിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 16 സ്കൂളുകളിലും നമ്മൾ നടത്തണമെന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ എഡ്യൂക്കേഷൻ കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ച ഈ 2014 ഡിസംബർ മാസം 31 നമ്മുടെ 16 സ്കൂളുകളിലും അക്ഷരമറിയാത്ത ഒരു കുഞ്ഞു പോലും ഉണ്ടാകില്ല എന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ പൊതു പ്രഖ്യാപനം, അതിന് BRC നമുക്ക് നൽകിയ അക്ഷരപ്പെരുമ എന്ന മൊഡ്യൂൾ അനുസരിച്ചുകൊണ്ടുള്ള നമ്മുടെ പരിപാടി അത് 2 വർഷക്കാലം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ പോലും ഈ വർഷത്തിൽ തന്നെ നമുക്കതിൻ്റെ ആദ്യ നടപടി എന്ന നിലയിൽ നമുക്കിതിൻ്റെ പ്രഖ്യാപനത്തിന് നമ്മൾ തയ്യാറാവുകയും. വാർഡ് മെമ്പർ നിഷി മോഹനൻ അധ്യക്ഷയായി. പ്രധാനാധ്യാപിക നിമ്മി സന്തോഷ്, നന്ദിനി വാലിപ്പറമ്പിൽ PS രൂപ, ഷിൽഡ പ്രദീപ് എന്നിവരും സംസാരിച്ചു. തുടർന്ന് പൈനൂരിലെ മികച്ച വനിതാ കർഷക നന്ദിനി വാലിപ്പറമ്പിലിന്റെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും ഇതോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ്, സിനിമാ പ്രദർശനം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. ഫിലിപ്പ് കൊറ്റനല്ലൂർ പാമ്പുകളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അന്തിക്കാട് റഷീദ് രചനയും സംവിധാനവും നിർവഹിച്ച ഞാൻ 10ലാണ് എന്ന സിനിമയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. പ്രധാനാധ്യാപിക PR വിജയലക്ഷ്മി, മാതൃസംഗമം പ്രസിഡന്റ് സിന്ധു സന്തോഷ്, PTA വൈസ് പ്രസിഡന്റ് TK ഉണ്ണി എന്നിവരും നേതൃത്വം നൽകി. അപകടങ്ങൾ 100 കണക്കിന് ഉണ്ടായിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ പാമ്പുകളെ പിടിച്ചിട്ടുള്ള ഓരോ വീടുകളിലും പാമ്പ് പിടിച്ചിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവച്ചിട്ടുള്ളൂ. പിന്നെ എനിക്കിപ്പോൾ പാമ്പ് പിടിക്കാൻ ആണും പെണ്ണും പാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള സംഭവം എനിക്ക് ആയിട്ടില്ല. അത് ഞാനിതുവരെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഞാൻ അടുത്തായിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കാൻ മലമ്പാമ്പിനെയാണ്. ഒരാളും ബഹളം അടിക്കേണ്ട. സംസ്ഥാന സർക്കാരിന്റെ നികുതി വർധനവിനെതിരെ LDF കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. പെരിഞ്ഞനം SN സ്മാരകം സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ വൃന്ദ പ്രേംദാസ്, വൈസ് ക്യാപ്റ്റൻ TP രഘുനാഥ്, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA, PK ആറുമുഖൻ, AR രവീന്ദ്രൻ, NK അബ്ദുൽ നാസർ, KK കാർത്തികേയൻ, RK ബേബി എന്നിവരും സംസാരിച്ചു. വൈകിട്ട് പെരിഞ്ഞനം സെന്ററിൽ നടന്ന സമാപന സമ്മേളനം CPI ജില്ലാ കൗൺസിൽ അംഗം ET ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലൊരു ഗവൺമെന്റ് ഇല്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങളെല്ലാം
ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഭരണ ദുർവിനിയോഗവും അഴിമതിയുമല്ലാതെ കേരളത്തിൽ ഒരു ഭരണം നടക്കുന്നില്ല എന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് UDFന്റെ ഗവൺമെന്റാണ്. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് കേരളം നേരിടുകയാണ്. സംസ്ഥാനത്ത് ദൈനംദിന കാര്യങ്ങൾ പോലും നടത്താൻ കഴിയാത്ത വിധത്തിൽ ഖജനാവ് കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് മേലെ അമിതമായ നികുതി ഭാരം ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചു. 2700 കോടി രൂപയുടെ അധിക നികുതിയാണ് സംസ്ഥാന ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചത്. സ്പേസ് തൃപ്പയാറിന്റെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനും മാഫിയവൽക്കരണത്തിനുമെതിരെ തൃപ്പയാറിൽ മനുഷ്യച്ചങ്ങല തീർത്തു. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങ് പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. PN സുജിന്ത് അധ്യക്ഷനായി. ഡോക്ടർ സെബി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, CP സാലിഹ്, കോസ്റ്റ് ഫോർഡ് ഡയറക്ടർ TR ചന്ദ്രദത്ത്, വലപ്പാട് SI KG ആന്റണി, ASI സാദിഖ് അലി, IK വിശ്വദാസ്, മാധ്യമപ്രവർത്തകർ, നാട്ടിക SN കോളേജ്, തൃപ്പയാർ ശ്രീരാമ പോളിടെക്നിക്, ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ, SN വിദ്യാഭവൻ, നാട്ടിക ഫിഷറീസ് സ്കൂൾ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നു. ഡ്രഗ്സ് മെനാസ് എന്ന് പറയുന്ന മയക്ക് മരുന്നിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ശല്യത്തിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിരന്തരം സമൂഹത്തെ സ്നേഹിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ആദ്യമായി ഇതിന് ഒരുപ്പെട്ട നമ്മുടെ സ്പേസിൻ്റെ പ്രവർത്തകന്മാരെയും മൊത്തം സാംസ്കാരിക പ്രവർത്തന രംഗത്തുള്ളവരെ മൊത്തം ഞാൻ തിരിച്ചറിയുന്നു. വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെ തന്നെയും സാമ്പത്തികമായും സാംസ്കാരികമായും ആരോഗ്യപരമായും നശിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുകയോ അതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഇടവേള.